മഞ്ജു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന്. പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ്. ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ്. ദിലീപ് എന്ന നടൻ നടിയെ ആക്രമിച്ച കേസിൽ രക്ഷപ്പെട്ടതോടുകൂടി ഒരുപാട് സിനിമാ താരങ്ങളാണ് ഇപ്പോൾ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. മുൻപ് ദിലീപിനെതിരെ സംസാരിച്ചവർ പോലും ഇപ്പോൾ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, വിധിയെ ഞങ്ങൾ അനുകൂലിക്കുന്നു, കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറഞ്ഞ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ പലരും രംഗത്ത് വരുന്നത്. ഇതൊക്കെ ദിലീപിനോടുള്ള പേടി കൊണ്ടാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ ഒരു സമയത്ത് നടനായ പ്രേംകുമാർ പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുകയാണ്. അതായത് പ്രേംകുമാർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ആക്രമിക്കപ്പെട്ട നടി തന്നെ പറയുന്നു ഗൂഢാലോചന ഉണ്ട് എന്ന്. അതുമാത്രമല്ല, ഒന്നാം പ്രതിയായ പൾസ സുനിയും പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് നടത്തിയതെന്ന്. മാത്രമല്ല, മഞ്ജു വാര്യർ ഉൾപ്പെടെ പറഞ്ഞു ഇതിന്റെ പിറകിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന്. എന്തിന് ഇപ്പോൾ വെറുതെ വിട്ട നടൻ ദിലീപ് പോലും പറയുന്നു ഈ ഒരു കേസിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട്, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം, ഞാൻ ഇത്രയും കാലം അനുഭവിച്ചത് എനിക്ക് എന്തിനാണെന്ന് അറിയണം എന്ന്. പക്ഷേ ഇത്രയും അധികം ഗൂഢാലോചനകൾ ഉണ്ടെന്ന് എല്ലാവരും പറയുമ്പോഴും ഈ 8.5 വർഷം എന്താണ് തികച്ചും കണ്ടുപിടിച്ചത്? നടൻ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി പലതും കെട്ടിച്ചമച്ചു. അത് നടന്നില്ല. പക്ഷേ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയവർ ഇന്നും സുഖമായി ജീവിക്കുകയാണ്. അതാരാണെന്ന് തീർച്ചയായും കണ്ടുപിടിക്കുക തന്നെ വേണമെന്നാണ് പ്രേംകുമാർ പറയുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നു. പക്ഷേ ആരാണ് ഗൂഢാലോചന നടത്തിയത്, ആർക്കെതിരെയാണ് നടത്തിയത് എന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാത്തതെന്നും താരം ചോദിക്കുകയാണ്. മാത്രമല്ല, ഒന്നാം പ്രതിയായ പൾസ സുനിക്ക് വെറും 20 വർഷത്തിൽ വെറും 13 വർഷം മാത്രമാണ് ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. അതിനെയും എതിർത്തുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വരികയാണ്. നടിക്ക് നീതി ലഭിച്ചില്ല എന്നാണ് ഇപ്പോഴും പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.